വി എസ് ചരിത്രമാകാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം യാത്ര ചെയ്യുന്ന പ്രേക്ഷകർ ഇപ്പോൾ കാണാം. ഏതാനും സമയത്തിനകം വലിയ ചുടുകാട്ടിലെ നിത്യനിദ്രയിലേക്ക് അമരും വി എസ് അച്യുതാനന്ദൻ. അതോടെ ഒരു ചരിത്രം കൂടി ഇവിടെ ആവർത്തിക്കപ്പെടും. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ കഥാനുഗായി ആയിരിക്കണം, മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകമാകണം എന്ന് നമുക്ക് ഇടയിൽ തെളിയിച്ച 8 പതിറ്റാണ്ട് ജീവിച്ച 8 പതിറ്റാണ്ടോളം പൊതുജീവിതത്തിൽ നമുക്ക് മാതൃകയായി ജീവിച്ച ഒരു വിളക്കായിരുന്നു വി എസ് അച്യുതാനന്ദൻ. രാഷ്ട്രീയ രംഗത്ത് തിമിരം ബാധിച്ച രാഷ്ട്രീയ പ്രവർത്തകർക്ക് വഴികാട്ടിയാകാനും രാഷ്ട്രീയ അന്ധതയിൽ പൊതു കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളെയും തെറ്റായി വ്യാഖ്യാനിച്ച ആളുകൾക്ക് മുന്നിൽ ഒരു വിളക്ക് കാല് പോലെ നിലകൊണ്ട വി എസ് കാലത്തിന് സാക്ഷിയാകുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം പൊതു നന്മയെ കരുതി ജീവിതത്തിൽ പലതും ത്യജിക്കുവാൻ കഴിഞ്ഞ ആൾ കൂടിയാണ്. ഒന്ന് നേടുമ്പോൾ പലതും നഷ്ടപ്പെടും എന്ന് പറയുന്നത് പോലെയായിരുന്നു വി എസിൻ്റെ ജീവിതം. നിർമ്മലമായ ജീവിതം, സംശുദ്ധമായ പൊതുജീവിതം, അഴിമതിയുടെ കറപുരളാത്ത കരങ്ങൾ, അങ്ങനെ എന്തെല്ലാം ചേരും വി എസ് അച്യുതാനന്ദന്. വി എസ് അച്യുതാനന്ദന് റെഡ് സല്യൂട്ട് നൽകാനും ഈ തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്ന്, സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്രയിൽ പങ്കെടുത്ത അനേകായിരങ്ങൾ വിളിച്ചു പറയുന്നത് ഒന്നേയുള്ളൂ: അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തോടും വിയോജിപ്പുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ, സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ജീവിച്ച മനുഷ്യൻ, എല്ലുറപ്പുള്ള മനുഷ്യൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച, നട്ടല് വാഴപ്പിണ്ടിയാക്കാത്ത മനുഷ്യൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ള ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, നന്മയുടെ വെളിച്ചമായി നമുക്കിടയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ്. എസ് കെൻ സൂചിപ്പിച്ചതുപോലെ ആ യാത്ര ഇതാ വീണ്ടും ഇവിടുന്ന് നീങ്ങുകയാണ്. നമ്മൾ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് വി എസ് വലിയ ചുടുകാടിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ആ യാത്രയുടെ ഭാഗമാണ്. നൂറുകണക്കിന് പ്രവർത്തകർ പദയാത്രയായി, കാൽനട യാത്രയായി പെരുമഴയത്തും ഈ വിലാപയാത്രയ്ക്കൊപ്പം ചേരുന്നുണ്ട്. ആ വലിയ വാഹനത്തിൽ വി എസിൻ്റെ ചേതനയേറ്റ ശരീരമുണ്ട്. നേരത്തെ ദേശീയ പതാക പുതപ്പിച്ച് നമ്മൾ കണ്ടതാണ് പൊതുദർശന വേദിയിൽ. ഇപ്പോഴിതാ ഈ വഴിയുടെ ഇരുവശവും കാത്തു നിൽക്കുന്ന വി എസിൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഇനി ഒരു തിരിച്ചുവരവില്ല, ഇനി ഒരു മടങ്ങി വരവില്ല എന്ന് അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും വലിയ വേദനയുളവാക്കുന്ന ഒരു കാഴ്ചയാണ് ഈ യാത്ര. വി എസ് നമുക്കറിയാം, നമ്മളുടെ കൂടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെയുണ്ട്. അദ്ദേഹം വളരെ സജീവമായി കർമ്മനിരതനായി പ്രവർത്തന മണ്ഡലത്തിൽ, പൊതുമണ്ഡലത്തിലുണ്ടായിരുന്ന 8-9 പതിറ്റാണ്ട് നമ്മളുടെ മുന്നിലുണ്ട്. ആ ഘട്ടത്തിലൊക്കെ വി എസ് എന്നും നമ്മളുടെ നമുക്കിപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി, കണ്ണീരുണങ്ങാത്ത മനസ്സുമായിട്ടാണ് അദ്ദേഹത്തിന് അന്ത്യയാത്ര മൊഴിച്ചൊല്ലാൻ എത്തിയിരിക്കുന്നത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇരുൾ ബാധിച്ചപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം പകരാൻ അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ട അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി, അതുപോലെ സമുന്നതരായ പാർട്ടി നേതാക്കന്മാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇവരെല്ലാവരും തന്നെ വലിയ ചുടുകാട്ടിൽ കാത്തിരിക്കുകയാണ്. ഈ വാഹനവ്യൂഹത്തിൽ ശാന്തനായി വി എസ് ഉറങ്ങിക്കിടക്കുകയാണ്. ഒരുപക്ഷെ കേരള ചരിത്രം എഴുതുന്ന ഏതൊരു ഗവേഷണ വിദ്യാർത്ഥിക്കും അച്യുതാനന്ദൻ എന്ന മഹാരഥനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്ര സംഭവവിപുലമായ ജീവിത ഇതിഹാസമാണ് അദ്ദേഹത്തിന് നൽകാനുള്ളത്. 8 പതിറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു എന്ന് മാത്രവുമല്ല, സാധാരണക്കാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് കമ്മ്യൂണിസത്തിൻ്റെ വിജയം എന്നുകൂടി വിശ്വസിച്ച മനുഷ്യ കഥാനുഗായിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഹാഷ്മി, അല്പസമയത്തിനകം ഈ വലിയ ചുടുകാട്ടിലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ്റെ സ്മൃതി കുടീരത്തിന് അരികിൽ അദ്ദേഹവും അന്ത്യനിദ്രയിലേക്ക് വിലയം പ്രാപിക്കും എന്ന് നമ്മൾ അറിയുന്നു. ഒരു യാഥാർത്ഥ്യത്തിനു കൂടി നമ്മൾ മാധ്യമക്കാർ സാക്ഷ്യം വഹിക്കുന്നു. ഉറപ്പായും എസ് കെ, അത് അത്യന്തം സങ്കടകരമായ, അത്യന്തം വേദനാജനകമായ ഒരു യാഥാർത്ഥ്യത്തിനാണ് നമ്മളത് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വി എസ് ഈ സമര കേരളത്തോട് വിട പറഞ്ഞു പോകാൻ ഈ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. അത് വികാരനിർഭരമായ നിമിഷമാണെന്ന് ഉറപ്പായും പറയാം. അത് ആലപ്പുഴയ്ക്കും പുന്നപ്രയ്ക്കും മാത്രമല്ല, സമര കേരളത്തിനൊട്ടാകെ, ഒരുപക്ഷെ സമര കേരളത്തിനൊട്ടാകെ വലിയ വിതുമ്പൽ, ഉള്ളിനുള്ളിൽ വലിയ വിങ്ങൽ തോന്നുന്ന നിമിഷങ്ങൾ തന്നെയാണെന്ന് ഉറപ്പായും പറയാം. അല്പസമയത്തിനകം റിക്രഷൻ ഗ്രൗണ്ടിൽ നിന്നും വി എസിനെ കൊണ്ടുള്ള വിലാപയാത്ര ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതിനോടകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഏതാനും മിനിറ്റുകൾ
ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് VS അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം, ഭൗതിക അസ്തിത്വം ഈ സമരകേരളത്തിൽ ബാക്കിയായിട്ട് ഉണ്ടാവുക. അങ്ങേയറ്റം വികാരനിർഭരമായി മഴ പെയ്യുന്നത് പോലും ഒരുപക്ഷെ പ്രകൃതി ആ യാത്രയോടുള്ള പ്രകൃതിയുടെ കണ്ണുകൾ എന്ന് പോലും വിശേഷിപ്പിക്കാം. പ്രധാനപ്പെട്ട നേതാക്കൾ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, മന്ത്രിമാർ, DGP ജി സുധാകരൻ അടക്കം, തോമസ് ഐസക് അടക്കം, ചീഫ് സെക്രട്ടറി അടക്കം, റവന്യൂ മന്ത്രി കെ രാജൻ അടക്കം എല്ലാ നേതാക്കളും, ഒട്ടുമിക്ക എല്ലാ നേതാക്കളും ഇതിനോടകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നയിം സ്വരാജ് അടക്കമുള്ള ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ VSന് വേണ്ടി രാമച്ചത്തിൽ തീർത്ത ചിത ഇവിടെ ഒരുങ്ങുന്നു. അല്പസമയത്തിനും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു SKN VS. 2017 ഒരിക്കലും ഇവിടെ VS വന്നതാണ് വലിയ ചുടുകാരിൽ. അന്ന് അത് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ വാർഷികത്തിനാണ് വന്നതെങ്കിൽ ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി സമരങ്ങൾ അവസാനിപ്പിച്ച് ആ സമരങ്ങളുടെ അത്രയും ഓർമ്മകളാക്കി ബാക്കി നിർത്തി അവസാനമായി ഉറങ്ങാനുള്ള അന്തിമ ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പിൽ തൻ്റെ ഗുരുനാഥൻ, തൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ പി കൃഷ്ണപിള്ളയോട് ചേർന്ന്, അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ KR ഗൗരിയമ്മ അടക്കമുള്ള CK ചന്ദ്രപ്പൻ, LDFൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ CK ചന്ദ്രപ്പൻ അടക്കമുള്ള ഒരുപാട് തലപ്പൊക്കമുള്ള ഇടത് നേതാക്കൾ അന്തി ഉറങ്ങുന്ന ഈ വലിയ ചുടുകാട്ടിൽ അവരുടെ സാന്നിധ്യമുള്ള ഈ വലിയ ചുടുകാട്ടിൽ VS കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നു. VS ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഉറപ്പായും കേരളത്തിന് ഇത് വികാര നിർഭര നിമിഷമാണ് സ്കാൻ. കാരണം VS നമുക്കറിയാം, VS കഴിഞ്ഞ 6-7 വർഷം അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം അങ്ങനെ നിശബ്ദനായിരുന്നു, അങ്ങനെ വോക്കലായിരുന്നില്ല, ഏതെങ്കിലും വിഷയത്തിൽ അങ്ങനെ വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി VS അവിടെ ഉണ്ട് എന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ നൽകിയ ആശ്വാസം, അല്ലെങ്കിൽ പതിത ജനവിഭാഗങ്ങളുടെ, പാർശ്വവൽക്കൃത ജനവിഭാഗങ്ങളുടെ ഉള്ളിൽ നൽകിയ ആശ്വാസം അത് ചെറിയ ആശ്വാസമായിരുന്നില്ല. എന്തിനും ഏതിനും ചോദിക്കാൻ പോകുന്ന ഒരു ശബ്ദം എവിടെയോ ഉണ്ട് എന്ന തോന്നൽ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സാന്നിധ്യമായിരുന്നു. വയ്യാതെ കിടക്കുകയായിരുന്നെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ രാഷ്ട്രീയ നിശബ്ദമായി നിൽക്കുകയാണെങ്കിൽ കൂടിയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഭൗതിക സാന്നിധ്യം അസ്തമിക്കുന്നു. ആ ഭൗതിക സാന്നിധ്യം ഈ മണ്ണിൽ, ഈ വലിയ ചുടുകാട്ടിൽ എരിഞ്ഞു വരാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം കേരളം തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ. അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ VSന്റെ കാലത്ത് ജീവിച്ചിരുന്ന നമ്മൾ ഭാഗ്യവാന്മാരാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഒരുപക്ഷെ സങ്കടമാണ്, കണ്ണുനീരാണ്, ഉള്ളിൽ ഒരു വേദനയാണ്. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ എന്ന പണ്ട് പാടിയ വിപ്ലവഗാനത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഇന്നലെയും ഇന്നുമായി അക്ഷരാർത്ഥത്തിൽ ബോധ്യപ്പെടുന്ന ദിവസങ്ങളാണ്. ഇവിടെ പോലീസ് അവരുടെ ആദരം നൽകാനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ റെഡിയാവുന്നു. ഗൺസ്ലൂട്ട് അടക്കം നൽകാനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ തയ്യാറാകുന്നു. ഇവിടെ കാര്യങ്ങളൊക്കെ ഇതാണ്. അവിടെ ചങ്ക് കയറി മുദ്രാവാക്യം വിളിക്കുന്ന നൂറുകണക്കിനായ അദ്ദേഹത്തിന്റെ പ്രവർത്തകരെ പുറത്തു കാണാം. അവർ കണ്ണേകരളെ VS എന്ന അന്തിമമായി ഒരിക്കൽ കൂടി വിളിക്കാൻ പോകുന്നു. പലയാവർത്തി VSന് വേണ്ടി ആ മുദ്രാവാക്യം വിളിച്ചു. VS വീണ് കിടന്ന ഉയർപ്പിന്റെ സമയത്ത് ആ മുദ്രാവാക്യം വിളിച്ചു. ഒടുവിൽ ഈ ദിവസങ്ങൾ അത്രയും വിളിച്ചു. ഇനി അവസാന മണിക്കൂറുകളിൽ ആ മുദ്രാവാക്യം, കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം ചങ്ക് കയറി അവർ വിളിക്കാൻ പോകുന്നു. ഒട്ടുമിക്ക എല്ലാവരും. ആഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്ക് ഒപ്പം ചേർന്ന.